ശ്രീരാഗം കുടുംബത്തിലുള്ള എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിനീതമായ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ ഊർമിള രാമായണം ചില പാഠങ്ങൾ. 14 വർഷത്തെ വനവാസത്തിന് ശേഷം രാമലക്ഷ്മണന്മാർ സീതാദേവിയോടുകൂടെ തിരിച്ചെത്തിയപ്പോൾ അയോധ്യാനിവാസികൾ എല്ലാവരും അവരെ കാണുവാൻ കൊതിച്ചു ഓടിയെത്തി. എന്നാൽ ഊർമിളയെ മാത്രം കണ്ടില്ല. ലക്ഷ്മണൻ തൻ്റെ പത്നിയെ തേടി ചെന്നപ്പോൾ ഊർമിള അടുക്കളയിൽ എല്ലാവർക്കും ആഹാരം പാകം ചെയ്യുന്ന തിരക്കിലായിരുന്നു. തൻ്റെ പതിയെ കണ്ടിട്ടും പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഊർമിളയിൽ കണ്ടില്ല. പതിയുടെ പാദങ്ങളിൽ നമിച്ച് തൻ്റെ ജോലി തുടർന്നു. വനവാസത്തിനു കൂട്ടാഞ്ഞതിലുള്ള പരിഭവമോ അതോ ഇത്രയും കാലം പിരിഞ്ഞിരുന്നപ്പോൾ ഉണ്ടായ വിരക്തിയോ എന്നോർത്ത് ലക്ഷ്മണൻ അസ്വസ്ഥനായി. രാത്രിയിൽ ലക്ഷ്മണൻ നോക്കുമ്പോൾ രാമൻ ഊർമിളയുടെ അന്തഃപുരത്തിലേക്ക് പോകുന്നത് കണ്ടു. മര്യാദാ പുരുഷോത്തമനായ ജ്യേഷ്ഠൻ തന്നെയോ ഇതെന്ന് ലക്ഷ്മണൻ സംശയിച്ചു. രാമൻ അറിയാതെ പുറകെ ചെന്ന് നോക്കുമ്പോൾ ശ്രീരാമദേവൻ ഉറങ്ങിക്കിടന്ന ഊർമിളയുടെ പാദങ്ങൾ തൊട്ട് ശിരസിൽ വെക്കുന്നു. ആ കരസ്പർശം ഏറ്റപ്പോൾ ദേവി ഞെട്ടി എഴുന്നേറ്റു. രാമദേവനെ കണ്ട് അതിശയത്തോട് ചോദിച്ചു, രാമദേവ, അങ്ങ് എന്താണ് ഈ ചെയ്തത്? എല്ലാവരാലും പൂജിക്കപ്പെടുന്ന മഹാപ്രഭു എൻ്റെ കാൽ തൊട്ട് വന്ദിക്കുന്നു. രാമൻ പറഞ്ഞു, ദേവി സ്ഥാനം കൊണ്ട് എൻ്റെ അനുജത്തിയാണെങ്കിലും ആ ത്യാഗത്തിന് മുമ്പിൽ ഞാൻ കേവലം ശിശുവാണ്. ആ പാദത്തിൽ നമിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഭവതിയുടെ ത്യാഗം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കാനായത്. ദേവിയും സീതയെപ്പോലെ പതിയുടെ കൂടെ വരുവാൻ ഒരുങ്ങിയിരുന്നുവെങ്കിൽ ലക്ഷ്മണന് ഇത്ര നന്നായി എന്നെ പരിപാലിക്കുവാൻ കഴിയില്ലായിരുന്നു. മാത്രമല്ല, ദേവി ഇവിടെ ഉള്ളത് കൊണ്ട് മാതാവ് കൗസല്യെ വേണ്ട പോലെ ശുശ്രൂഷിച്ചു കൊള്ളും എന്ന സമാധാനവും എനിക്കുണ്ടായി. ഏത് കർമ്മവും കൃത്യനിഷ്ഠയോടും സമാധാനത്തോടും നിർവഹിക്കുവാൻ ആദ്യം ഗ്രഹത്തിൽ സമാധാനം വേണം. എല്ലാം മനസ്സിലാക്കി വേണ്ടതുപോലെ ഗ്രഹം പരിപാലിക്കാൻ ഉത്തമയായ ഗൃഹസ്ഥയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ടെല്ലാമാണ് ഞാൻ ദേവിയെ നമിച്ചത്. പകൽ സമയത്തായാൽ ലക്ഷ്മണനും ദേവിയും ഇതിന് അനുവദിക്കുകയില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ രാത്രിയിൽ വന്നത്. ഇതെല്ലാം കേട്ട് ഊർമിള പറഞ്ഞു, ശ്രീരാമചന്ദ്രപ്രഭു, അങ്ങയുടെ അനുഗ്രഹത്താൽ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം സാധ്യമായത്. വനവാസത്തിന് പോകുമ്പോൾ അങ്ങയോടുള്ള അതിരറ്റ ഭക്തി മൂലം എൻ്റെ പതി കൂടെ പോരുവാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ വിരഹ ദുഃഖത്തെപ്പറ്റി അദ്ദേഹം ഒട്ടും തന്നെ ചിന്തിച്ചില്ല. എന്നാൽ ദേവ, ആ സമയത്തും അങ്ങ് എൻ്റെ അടുത്തെത്തി എന്നെ സമാധാനിപ്പിച്ചു. അപ്പോൾ ഞാൻ അങ്ങയോട് ഒരു വരം ആവശ്യപ്പെട്ടു. ഒരു നിമിഷം പോലും എൻ്റെ പതിയെ പിരിഞ്ഞിരിക്കുന്നു എന്ന വിഷമം എനിക്കുണ്ടാവരുത്. സദാ പതിയോടുകൂടി സന്തോഷത്തോടെ ഇരിക്കുന്ന അനുഭവത്തെ എനിക്ക് വരമായി തരണമെന്ന്. അങ്ങ് തന്ന ആ വരമാണ് എന്നെ സർവകർമ്മങ്ങളും ച്യുതിയില്ലാതെ അനുഷ്ഠിക്കാൻ പ്രാപ്തയാക്കിയത്. പതിയോടുകൂടി ആനന്ദത്തോടെ ഇരിക്കുന്ന പതിവ്രതയായ പത്നിക്ക് മാത്രമേ നല്ല ഗൃഹസ്ഥയാവാൻ കഴിയൂ. ഇതെല്ലാം കേട്ട് നിന്ന് ലക്ഷ്മണന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.